ഗുഡ് ഈവനിങ് ഒക്കെ ഒരു ഇതാണോ? നമ്മളുണ്ടല്ലോ എവിടെ പോവാ പറ. ഇരുടാണെങ്കിലും സമയം 5:30. നല്ല രാത്രി. ഞാൻ വിചാരിച്ചു 7 മണിയൊക്കെ കഴിഞ്ഞു, പക്ഷെ അത്ര ആയിട്ടില്ല. ഞങ്ങൾ പുറത്തിറങ്ങുന്ന സമയത്ത് നമ്മുടെ ഡീൻ അവിടെ നിന്നിട്ട് പറഞ്ഞ് ഇന്ന് 8 മണിക്ക് ഹോസ്റ്റൽ അടിക്കും, അപ്പം അതിൻ്റെ മുന്നേ വരണം പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു 7:30 ആയി. അപ്പോൾ ഇല്ല, 7:30 ആയിട്ടില്ല, 5 സംതിങ് ആണ് സമയം. നമ്മളുണ്ടല്ലോ എവിടേക്കല്ലേ എവിടേക്കാണ് പോകണേന്ന് വെച്ചാൽ മുന്തിരി വാങ്ങാൻ പോവാണ്. ഓക്കെ, മുന്തിരി വാങ്ങാൻ നമ്മൾ ഹവാസിൽ പോവാണ്. ന്യൂ ഇയർ അല്ലേ ഇന്നല്ല, നാളെ. ഐ മീൻ കുറച്ച് മണിക്കൂറുകൾ കഴിഞ്ഞാൽ. സോ കഴിഞ്ഞ വർഷമായിട്ട് നമ്മൾ കൊണ്ടുവരുന്ന ഒരു ട്രഡീഷനാണ് മുന്തിരി തിന്നുന്നത്. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെയല്ല, ഇവിടെ വന്നതിന് ശേഷം ഞാൻ ആ ട്രഡീഷനിലേക്ക് ഇറങ്ങി ചെന്നത്. സോ അത് നമ്മൾ എന്തായാലും മിസ്സാക്കരുത്. അതുകൊണ്ട് നമ്മളെല്ലാവരും മുന്തിരി വാങ്ങാൻ പോകണം. എല്ലാവരും ഇല്ല, കുറച്ച് ആൾക്കാർ. ഓക്കെ, നമ്മൾ നോക്കാൻ വന്ന സാധനം ഹവാസിലില്ല ഗായ്സ്. സോ നമ്മൾ വേറെ എവിടെയെങ്കിലും പോയിട്ട് വാങ്ങാൻ വിചാരിച്ചു. നമുക്ക് ഗ്രേപ്സ് വാങ്ങിക്കണം, M&M വാങ്ങിക്കണം. കാരണം നമുക്ക് കേക്ക് ബേക്ക് ചെയ്യുന്നുണ്ട് പ്രാവശ്യം. കഴിഞ്ഞ ക്രിസ്മസിനും ബേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മളല്ല ബേക്ക് ചെയ്യണം, കീർ ബേക്ക് ചെയ്യും. അപ്പോൾ നമ്മൾ അസിസ്റ്റൻസ് ആണ്. ഓക്കെ, ഞാൻ ഇതുവരെ കാണിക്കാത്ത ഒരു സൂപ്പർ മാർക്കറ്റാണ് കേട്ടോ ഇത്. ഞാൻ ആദ്യം ഇതുണ്ടല്ലോ, ഇതിൻ്റെ പേര് മാക്രോ എക്സ്പ്രസ്. ഞാൻ വിചാരിച്ച പോലെ ഡെലിവറി കൊറിയർ സർവീസ് ഇല്ലേ, അങ്ങനെയാണ് ഞാൻ ഒരു മൊമെൻറ്റിൽ വിചാരിച്ചിട്ടായിരുന്നു. പിന്നെയാണ് എനിക്ക് മനസ്സിലായത് ഇതൊരു സൂപ്പർ മാർക്കറ്റാണ്. ഞാനൊരു പൊട്ടി തരാം. ഓക്കെ, നീ ഇവിടെ മുന്തിരി ഉണ്ടാവും നോക്കാം നമുക്ക്. എനിക്ക് തോന്നുന്നില്ല ഈ ഷോപ്പിൽ മുന്തിരി ഉണ്ടാവുന്നു. ഡിസപ്പോയിൻറ്റഡ്. ഇവിടെ വരെ വന്നിട്ട് പഴമില്ല എന്നാ പറയാൻ പോണ. മുന്തിരി ഇല്ല. നമ്മൾ ഒരു M&M's ഒരു പാക്ക് വാങ്ങിയിട്ട് വന്നു. എനിക്ക് എന്തോന്ന് വ്ളോഗ് എടുക്കാനൊരു ഇതല്ലേ, ഒരു മൂഡില്ലാത്ത പോലെ. സോ ഐ ഡോണ്ട് തിങ്ക് ഞാൻ ചിലപ്പോൾ ഈ വീഡിയോ ഇടുന്നത്. ഓക്കെ, പിന്നെ ഇപ്പം എന്താ നമ്മൾ എന്താ ചെയ്യാൻ പോണ? മാർക്കറ്റിലാണോ വാങ്ങിക്കണേ? ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ മാർക്കറ്റ് ഏരിയാസിൽ ഉണ്ടായിരിക്കും, പക്ഷെ നമ്മുടെ കയ്യിൽ ലിക്വിഡ് ക്യാഷ് ഇല്ല, നമ്മൾ കാർഡാണ് യൂസ് ചെയ്യുന്നത്. സോ മാർക്കറ്റിൽ അങ്ങനത്തെ സ്ഥലങ്ങളിലൊന്നും ഇവർ കാർഡ് എടുക്കില്ലല്ലോ. സോ നമുക്ക് വിഡ്രോ ചെയ്യണം പൈസ. വിഡ്രോ ചെയ്യുമ്പോൾ കുറച്ചും കൂടി ചാർജ് ആവും. സോ നമ്മൾ വിഡ്രോ ചെയ്യാണ്ട് നോക്കാൻ ശ്രമിക്കാറുണ്ടെങ്കിലും പിന്നെ ഇപ്പം എന്താ ഉള്ളത്? അത് ഞാൻ പറഞ്ഞില്ല അല്ലേ. നമ്മളവിടെ ഷഷ്ലിക്ക് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട്. ഷഷ്ലിക്ക്, സോറി. അപ്പോൾ നമ്മളത് കൂടെ പോയ സമയത്ത് അവിടുത്തെ അങ്കിള് ഞങ്ങളെ വിളിച്ചിട്ട് അങ്ങനെ ഭയങ്കര ഇംഗ്ലീഷൊക്കെ സംസാരിച്ചപ്പോൾ നമ്മളവിടെ വീണ്. എന്തായാലും നമ്മൾ വാങ്ങണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. സോ നമ്മൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞങ്ങൾ വരാൻ പറഞ്ഞ് ഞങ്ങൾ അവരെ ഓർഡർ കൊടുത്തിട്ട് നമ്മൾ അത് പോയി വാങ്ങും. ഓക്കെ, മുന്തിരിയുടെ ഡിമാൻഡ്. നമ്മളിപ്പോൾ 3 സ്ഥലത്ത് പോയി, 4 സ്ഥലത്ത് പോയി. അവിടെയൊന്നും മുന്തിരി ഇല്ല. എല്ലാവരും മുന്തിരി തിന്ന ആഗ്രഹങ്ങൾ സാധിക്കണമെന്ന് എനിക്ക് നല്ല ഡൗട്ടുണ്ട്. കഴിഞ്ഞ വർഷം ഞാൻ മുന്തിരി കഴിച്ചില്ല, അവിടെ അവരെല്ലാവരും കഴിച്ചു, ഞാൻ മാത്രം കഴിച്ചില്ല. എനിക്ക് പ്രത്യേകിച്ച് ആഗ്രഹമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഈ വർഷം അങ്ങനെയല്ല. ഐ ഹാവ് ടു മച്ച് ഓഫ് പ്ലാനിങ്സ് ടു ഡു. ഞാൻ നേരത്തെ മാർക്കറ്റിൽ നിന്ന് ഒരു സ്ട്രോബെറിൻ്റെ ബോക്സ് കാണിച്ചു തന്നില്ലേ, അതിന് 3,65,000 സോമാണ്. 3 lakh എത്ര രൂപ വരും? 3,60,000. ഒരു 2,000 4 lakhൻ്റെ അടുത്തില്ല, ഒരു 2,000 to 3,000 റുപ്പീസാണ് ആ ഒരു പാത്രത്തിലുള്ള സ്ട്രോബെറിക്ക്. പിന്നെ നമുക്ക് ചില്ലറയാക്കാം. അങ്ങനെ വിചാരിക്കും ഈ 50,000 ഒരു
ഇന്ത്യൻ റുപ്പി ആയിരുന്നുവെങ്കിൽ കണ്ടോ, 50,000 ഫോം. നമുക്കിനി മുന്തിരി വാങ്ങാം. അത് പിടിക്കും പോക്കറ്റിലിടാം. Be careful, it's very hot. It's Okay. very, very hot. Be careful. Be careful, be careful. It's very hot. One on, you told me, one on. Come again. Okay. I hope you will come again. The cheapest shashlik in the world. Bye. Happy New Year. എല്ലാരും ഹാപ്പി ന്യൂ ഇയർ പറ. ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ ഗായ്സ്. നമ്മുടെ ഷോപ്പിംഗ് ഈസ് ഡൺ. നമുക്ക് റൂം പോയിട്ട് നമുക്ക് കുറേ പരിപാടി ഉണ്ട്. ക്ലീൻ ചെയ്യൂ ശ്രീ. ഞാൻ ചെയ്യുന്നില്ല, റൂം ക്ലീൻ ചെയ്യാം. പായസം വെക്കണം. ആ പായസം വെക്കാണ്ട്. നമ്മളിന്ന് പായസം ഉണ്ടാക്കണ്ട. പായസം വെക്കണം. പായസത്തിന്റെ കഥ ഞാൻ പറഞ്ഞുതരാം. ഞാനും എൻ്റെ അമ്മയും കൂടിയിട്ട് ഓണത്തിന്റെ സമയത്ത് മാവേലി പോയി. എന്നിട്ട് നമ്മൾ പായസത്തിന്റെ മിക്സ് വാങ്ങിച്ചു. മാവേലി സ്റ്റോർ അറിയില്ലേ, സപ്ലൈക്കോ. നമ്മൾ മാവേലി പോന്നൊക്കെ പറയാം. എനിവേ അങ്ങനെ സംഭവിച്ചു. അപ്പോൾ അമ്മ മിക്സ് പാലടേൻ്റെ സാധനം എടുത്തിട്ട് എന്നോട് കുറേ പറഞ്ഞു, കൊണ്ടുപോകാൻ എടുത്തോ പറഞ്ഞു. ഒന്ന് പോവാം അമ്മ, ഒന്നും എനിക്ക് വേണ്ടാന്ന് പറഞ്ഞു. അങ്ങനെ അമ്മ കുറേ നിർബന്ധിച്ചു. ഞാൻ കുറേ വേണ്ടാന്ന് പറഞ്ഞ് നിർബന്ധിച്ചു. അവസാനം വരാൻ സമയത്ത് അമ്മേൻ്റെ നിർബന്ധം കാരണം ഞാൻ ഒരു പാലട എടുത്തിട്ടു. അങ്ങനെ അതുകൊണ്ട് ഞങ്ങൾക്ക് പായസം കുടിക്കാനായി. അതപ്പം ഉണ്ടായത്. എനിക്ക് വിഷമാവും. ഒരു പാലടയും കൂടി എടുത്താൽ മതി എന്ന് ഇപ്പം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. ഇത് നമ്മുടെ ഹോസ്റ്റലിൻ്റെ എൻട്രൻസ് ആണ് കേട്ടോ. ഇവിടെ എത്തിയപ്പോഴാണ് നമുക്കൊരു കാര്യം മനസ്സിലായത്. നമുക്ക് മെഴുകുതിരിയില്ല എത്ര കേക്ക് മുറിക്കാൻ. കേക്ക് മുറിക്കാൻ മെഴുകുതിരിയോ? സോറി, മെഴുകുതിരി അല്ല വേണ്ട ഗായ്സ്. എന്നെ കാണില്ലല്ലോ, ഞങ്ങൾ മെഴുകുതിരി വാങ്ങാൻ പോവാം. ഞാൻ ഫ്ലാഷ് അടിച്ചായിരുന്നു. ഫ്ലാഷ് അടിക്കാം. അയ്യോ, എനിക്ക് കൈ വഴങ്ങുന്നില്ല. എൻ്റെ കൈ തണുത്ത് ഫ്രോസായി. ഞാൻ ഗ്ലൗസ് വെച്ചു. കാണുന്നുണ്ടോ എനിക്കറിയില്ല. അപ്പം എൻ്റെ അയ്യോ സോറി ഗൈസ്. അപ്പം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഗ്ലൗസ് ടച്ച് വർക്ക് ആവുന്നില്ല. അപ്പം ഞാൻ ഹേയ് സിറി ഓപ്പൺ ക്യാമറ, അങ്ങനെയാണ് ഞാൻ ക്യാമറ എടുത്തത്. പക്ഷേ ക്യാമറ മാത്രമേ ഉണ്ടാവുള്ളൂ. വീഡിയോ ഒക്കെ ആ സാധനം വരണമെങ്കിൽ അപ്പുറത്ത് ഗൂഗിളിന് കയറണം. അപ്പം ഞാൻ എൻ്റെ സിറിയനെ ആരാക്കി ഗൂഗിളിനെ ആക്കി. ഷീസ് മൈ സിറി. ഓക്കെ, സോ ഇങ്ങനെയൊക്കെയാണ് ഇവിടെ നടന്നിട്ടുള്ളത്. ഓക്കെ, നമ്മൾ വന്ന വഴിയിലൂടെ തന്നെ നമ്മൾ വീണ്ടും നടക്കും. ഞാൻ കാണിച്ചു തരാം കേട്ടോ എൻ്റെ ഡെഡിക്കേറ്റഡ് ബെസ്റ്റിനെ. ഇവിടെ നിന്നിട്ടേക്ക് ഫ്ലാഷ് അടിച്ച് തരുന്നുണ്ട്. ട്രൂ ഫ്രണ്ട്. ഓക്കെ ഗൈസ്, നിങ്ങൾക്ക് ഇങ്ങനെ ട്രൂ ഫ്രണ്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക, അല്ല അയാളെ ടാഗ് ചെയ്യുക. ഓക്കെ, ഇനി നമുക്ക് മെഴുകുതിരി വാങ്ങിച്ചിട്ട് കാണാം. ഓക്കെ, ക്യാമറ ഓഫ്. ഓഫ്. നീ മുഖക്ക് നല്ല വണ്ണം വെച്ച് നല്ല സുന്ദരി ഉണ്ടല്ലോ. സുന്ദരി അറിയാൻ ക്ഷമിച്ചു, അല്ല ക്ഷമിക്കില്ല. മെക്സി കൊണ്ടുവന്നിട്ടുണ്ട്. മെക്സി
ഹാപ്പി ന്യൂ ഇയറിന് പാട്ടല്ലോ. അയ്യോ കഴിഞ്ഞ പ്രാവശ്യം പാട്ടുണ്ടായിരുന്നു. പാട്ട് ലക്ഷ്മി